ഞാൻ നേരത്തെ പറഞ്ഞു, മുറിവുകൾ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യക്തികളിൽ നിന്നും. അങ്ങനെ നമുക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുറിവുകൾ ഉണക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫോർഗീവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. പറയാൻ ഈസിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവുക. ശരിയാണ്, പറയാൻ ഈസിയാണ്, പക്ഷേ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ ഒരു രക്ഷയുമില്ല. നമ്മൾ എന്തിനാണ് ചുമ്മാ ആ മുറിവുകളെ കൊണ്ട് നടക്കുന്നത്? ആ മുറിവുകളെ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ആ മുറിവുകൾ ഉണക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സക്സസിനേക്കാളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചും അതിനെ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതും മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ചുമ്മാ നമ്മൾ ആ സാഹചര്യങ്ങളെ, ആ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഇങ്ങനെ അവരോടുള്ള വിദ്വേഷവും പകയും കൊണ്ട് നടക്കുന്നത്? അതിനെ മറക്കാൻ വേണ്ടി തയ്യാറാവുക, അതിനോട് ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഈ മുറിവുകൾ ഉണക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് ഫോർഗീവ്നെസ് എവ്രി ഡേ. ഇത് മാത്രം മതി നിങ്ങൾ അടുത്ത തലത്തിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ് ചെയ്ത് നോക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പറിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സെഷനിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, കൂടുതൽ പഠിക്കാവുന്നതാണ്. താങ്ക് യു.